ഈ വാഴ ടോക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറേ റീലും കുറേ അഭിപ്രായങ്ങളൊക്കെ കണ്ടു. ഈ ഏറ്റവും കൂടുതൽ തിയേറ്ററിലിരുന്ന് കരഞ്ഞൊരു പടം വാഴയാണ്, അല്ലെങ്കിൽ വാഴ സെക്കൻഡാണ്. ഇങ്ങനൊരു പടം വേറെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കരഞ്ഞിട്ടില്ല എന്നൊക്കെ കുറേ പേരൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ എനിക്കും സെക്കൻഡ് ഹാഫൊക്കെ കുറേ സ്ഥലത്ത് ഇമോഷണലായി, കുറേ സ്ഥലത്തൊക്കെ കണ്ണൊക്കെ നിറഞ്ഞു. പക്ഷേ ഇങ്ങനെ കരഞ്ഞങ്ങനെ മെഴുകിയിട്ടില്ല. ഞാൻ പേഴ്സണലി എൻ്റെ ലൈഫിൽ ഏറ്റവും അധികം ഒരു സിനിമ കണ്ടിട്ട് ഏറ്റവും അധികം ഇമോഷണലായതും ഏറ്റവും അധികം ഇങ്ങനെ ലിറ്ററലി കരഞ്ഞു മെഴുകുക, ഒരു മാട് കരയണ പോലെ കരയുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കരഞ്ഞിട്ടുള്ളൊരു പടം ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ് ആണ്. ഇതൊരു ആനിമയാണ്. അതുകൊണ്ട് തന്നെ കുറേ പേര് കണ്ടിട്ടുണ്ടാവില്ല. വേറെ ഒന്നും ഇനി കാണുകയില്ല ആനിമയാണെന്നുള്ള കാരണം കൊണ്ട്. ആനിമയാണെന്ന് വെച്ച് ഇത് കാണാതിരിക്കരുത് നിങ്ങൾ. പക്ഷേ ദിസ് ഈസ് നോട്ട് എ സാഡസ്റ്റ് മൂവി. ഇറ്റ്സ് എ മാസ്റ്റർ പീസ് വിച്ച് യു വാണ്ട് വാച്ച് ട്വൈസ്. നിങ്ങൾ രണ്ടാമത്തെ വട്ടം ഇത് കാണില്ല. ഞാൻ പേഴ്സണലി ഈ സാധനം തൊട്ടില്ല, പക്ഷേ ഇറ്റ്സ് എ മാസ്റ്റർ പീസാണ്. ഞാനൊരു 10-ൽ 10 അല്ല 100-ൽ 100 കൊടുക്കാൻ പറ്റുന്നൊരു പടമാണ്. ഇറ്റ്സ് എ മൂവി അബൌട്ട് ആൻറ്റി വാർ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇതിനു മുമ്പ് ആക്ച്വലി എൻ്റെ ആ ഒരു വാർ പേഴ്സ്പെക്റ്റീവിനും തന്നെ മാറ്റിയിട്ടുള്ളൊരു പടമാണ് ഇത്. ഞാൻ ഇന്നൊന്നല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞാൻ കണ്ട പടമാണ്. ഞാൻ ഒറ്റയ്ക്കുള്ള സമയത്ത് ഒരു രാത്രി ഒരു 12 മണിക്ക് 1 മണിക്കൊന്നാണ് ഞാനിത് വെറുതെ റാൻഡംലി എടുത്ത്, കുറേ കാലമായിട്ട് എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരുന്നൊരു പടമായിരുന്നു. റാൻഡംലി എടുത്ത് കണ്ടു നോക്കിയതാണ് ഏതൊരു രാത്രി. ആ രാത്രി എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. ബെഡിലൊക്കെ കണ്ണീരിങ്ങനെ, നമ്മൾ ഈ ചില ആനിമയിലൊക്കെ ഇവരിങ്ങനെ കരയണ കാണില്ലേ, ഇങ്ങനെ കണ്ണീർ കൂടെ മൂക്കിക്കൂടെ ഒക്കെ വെള്ളം വരും, അങ്ങനെ നമ്മൾ മനസ്സറിഞ്ഞ് കരയാന്ന് പറയില്ലേ. ഇറ്റ്സ് എ മൂവി ദാറ്റ് വിൽ മേക്ക് ക്രൈ അഡൾട്ട്സ്. നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ കുറേ വട്ടം കരഞ്ഞിട്ടുണ്ടാകും, പക്ഷേ വലുതാവും തോറും നമുക്ക് ഈ കരയാനുള്ള ടെൻഡൻസി കുറയുന്നു, അല്ലെങ്കിൽ നമ്മൾ പിടിച്ചു വയ്ക്കും. ഈവൻ ഞാനിപ്പോൾ പറഞ്ഞ ഈ വാഴയൊക്കെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതുപോലെ തിയേറ്ററിൽ ഇമോഷണൽ ആവുന്ന സമയത്ത് അടുത്തുള്ള ആൾക്കാർ എന്തൊക്കെ വിചാരിച്ചിട്ട് പല സീനുകളിൽ ഇങ്ങനെ ഇമോഷൻസ് ഇങ്ങനെ പിടിച്ചു വയ്ക്കാൻ നമുക്ക് പറ്റും കുറേ സമയത്തൊക്കെ. പക്ഷേ ഈ സിനിമയിൽ നടക്കൂല. അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും അങ്ങനെ കണക്റ്റ് ആവാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇറ്റ്സ് എ എന്താ പറയുക, ഇറ്റ്സ് എൻ ഇമോഷൻ വിച്ച് യു കാൺ ഹോൾഡ്. നമ്മൾ ശരിക്കും നമ്മളെ ഇല്ലാണ്ടാക്കി കളയുന്നൊരു പടം, നമ്മുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവിന് മുഴുവനായിട്ട് മാറ്റുന്നൊരു പടം. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഈ വാർ സിനിമകൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. എനിക്ക് വാർ മൂവീസ് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ കാറ്റഗറീസ് ഉണ്ട്, കുറേ ജോണേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഈ വാർ മൂവീസ്. ആക്ഷൻ പടങ്ങൾ പോലെ തന്നെ എനിക്ക് വാർ മൂവീസ് പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ സിനിമകളൊക്കെ കാണുന്നത് ഈ ആക്ഷൻ കാണാനും അല്ലെങ്കിൽ വാർ സീക്വൻസുകൾ കാണാനും അങ്ങനെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള സൈഡ് ഉണ്ടല്ലോ, അതെനിക്ക് കാണിച്ചു തന്നൊരു പടം, അല്ലെങ്കിൽ എൻ്റെ കണ്ണ് തുറപ്പിച്ചൊരു പടം എന്താണെന്ന് പറയാം. ആൻറ്റി വാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു ഡെഫിനേഷൻ കൂടിയാണ് ഈ ഒരു പടം. 1988 എന്നാണ് ഈ ഒരു പടം ഇറങ്ങിയിട്ടുള്ളത്. ഈ പടം സംസാരിക്കുന്നത് സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ചാണ്. സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ ഈ മറ്റേ ജപ്പാനിൽ കുറേ ബോംബിട്ട് പൊളിച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ 45 ടൈമിൽ. അങ്ങനെ ഇട്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സിവിലിയൻസിൻ്റെ കഥയാണ്. പ്രത്യേകിച്ച് 2 പേര്, ഒരു ചേട്ടനും ഒരു അനിയത്തിയും. ഈ 2 പേര് ഈ ബോംബിങ് കാരണം അവരുടെ പാരൻസ് നഷ്ടപ്പെട്ടു, അവരുടെ വീട് നഷ്ടപ്പെട്ടു, അവർ ഒറ്റയ്ക്കാണ്, അവർക്ക് ഫുഡില്ല, അവർക്ക് ഷെൽട്ടറില്ല. അങ്ങനെയുള്ള സമയത്ത് ഒരു മലമുക്കിൽ പോയിട്ട് ഇവർ 2 പേര് താമസിക്കുന്നു. അവിടെ വെച്ച് ഇവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഈ സിനിമ. ഇതിനു മുമ്പ് ഇതേപോലെ ഈ ഇമോഷണലി കണക്റ്റ് ആവുന്ന രീതിയിലുള്ളതും, ഇപ്പോൾ നമുക്ക് ഫീൽ ഗുഡ് പോലെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ ഇമോഷൻസ് ഉള്ള കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. ലൈവ് ആക്ഷൻസ് ആണ് മിക്കതും. പക്ഷേ ഇറ്റ്സ് നോട്ട് ഒരു റിയൽ ക്യാരക്ടേഴ്സ് അല്ല, ഒരു റിയൽ ആക്ടേഴ്സ് അല്ല ഇത് അവതരിപ്പിച്ചിട്ടുള്ളതും അഭിനയിച്ചിട്ടുള്ളതും. ജസ്റ്റ് വരച്ചിട്ടുള്ള സാധനമാണ്. റിയലായിട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് ഇങ്ങനൊരു സാധനം പോലും ഇല്ലാണ്ട് നമുക്ക് ഇത്രയും ഫീല് തരണമെങ്കിൽ എത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളതെന്ന് ആലോചിക്കണം. ഈ സിനിമയുടെ റൈറ്ററിൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള സംഭവം തന്നെയാണ് മൂപ്പര് ഈ സിനിമ ആക്കിയിട്ടുള്ളത്. അതെന്താണ് ഏതാണെന്നൊന്നും ഞാൻ സ്പോയിലർ ആവുന്നതുകൊണ്ട് പറയുന്നില്ല. ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇറ്റ്സ് എ മാസ്റ്റർ പീസ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒറ്റ വാക്കിൽ പറയാം, ഇറ്റ്സ് എ മാസ്റ്റർ പീസ് വിച്ച് യു വാണ്ട് വാച്ച് ട്വൈസ്. നമ്മൾ പല സിനിമകളും ഇതുപോലെ നമുക്ക് ഗംഭീരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുത്തു വയ്ക്കും. പണ്ടൊക്കെ നമ്മൾ CD ഒക്കെയാണ് നമ്മൾ സെറ്റാക്കി വയ്ക്കില്ല. ഈ സിനിമയ്ക്ക് അങ്ങനെയല്ല. ഈ സിനിമ നമ്മൾ പിന്നെ തൊടാൻ തോന്നില്ല, നമുക്ക് ഒരു വട്ടം കൂടി കാണാൻ പറ്റില്ല. അത് ഇമോഷണലി കണക്റ്റ് ആയിട്ടാണ് എനിക്ക് പറ്റില്ല. ഇറ്റ്സ് ഒരു ചലഞ്ചും കൂടിയാണെന്ന് പറയാം. ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നിയിട്ടില്ലെങ്കിൽ, ഇമോഷണലി ഒന്നും തോന്നിയിട്ടില്ല, ഒരു തുള്ളി കണ്ണുനീര് ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ, സീരിയസ്ലി നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. അടുത്തുള്ള ഏതെങ്കിലും ഒരു മൃഗാശുപത്രി പോയി കാണിക്കുക. മനുഷ്യന്മാരുടെ ആശുപത്രി പോയി കാര്യമില്ല, കാരണം നിങ്ങൾ ഒന്നാമത് മനുഷ്യനല്ല. മൃഗാശുപത്രി പോയിട്ട് കൺസൾട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ പ്രശ്നം നിങ്ങൾക്കുണ്ട്. കാരണം മനുഷ്യനാണേ ഈ സിനിമ കണ്ട ഒരു തുള്ളി കണ്ണുനീര് വരും. ഇത് കരയാൻ വേണ്ടിയിട്ടല്ല ഈ സിനിമ കാണുന്നുണ്ട്. ഈ സിനിമ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ പേഴ്സ്പെക്റ്റീവ് മാറ്റാൻ, ഇപ്പോൾ ഈ സിബ്ലിങ്സിനെ ബേസ് ആയിട്ടുള്ള സിനിമയാണല്ലോ വാഴ, അതേപോലത്തെ ഒരു പടം തന്നെയാണ്, അതേപോലത്തെ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അത്
വേറൊന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഇത്രയും കാലം ആ, ആസ്വദിച്ച് കണ്ടുകൊണ്ടിരുന്ന വാർ സിനിമകളുടെ നേരെ ഓപ്പോസിറ്റ് എന്തൊക്കെ നടക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അവിടെ ഇവർ ബോംബ് ചെയ്യുന്നു, അവരിവിടെ ഇതാക്കി പോകുന്നു, ഒരു സ്ഥലത്ത് കയറി ആക്രമിക്കുന്നു. ഈ അക്രമമൊക്കെ നടന്നു ഈ സാധാരണ നമുക്ക് ഈ റീസെൻ്റ്ലി കുറേ ഇപ്പോൾ ഈ ഇറാനിലും കുറേ സാധനങ്ങൾ വന്നല്ലോ. ഇപ്പോൾ ട്രംപൊക്കെ പറഞ്ഞില്ലേ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് രണ്ട് രണ്ട് ആൾക്കാർ തമ്മിലുള്ള പ്രശ്നമാണ്. ലിറ്ററലി രണ്ട് ആൾക്കാർ തമ്മിലുള്ള പ്രശ്നത്തിൽ നാട്ടുകാരെന്താ ചെയ്ത് എന്നുള്ളൊരു സംഭവം ഒന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു പടം കൂടിയാണിത്. നമ്മൾ ആ ഒരു പേഴ്സ്പെക്റ്റീവ് മുഴുവൻ മാറ്റിയിട്ട് നമ്മളെ അവരുടെ സ്ഥലം കൂടി അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇപ്പം നമ്മുടെ നാട്ടിൽ വന്നൊരു ബോംബിടുകയാണെങ്കിൽ നമ്മളെന്താ ചെയ്ത് നമ്മളെന്ത് ചെയ്ത് നമ്മളാരുടെ മെക്കിട്ട് പോയി നമ്മുടെ പണി നോക്കി നടക്കണം. ഈ ഇവന്മാർക്ക് അങ്ങനെ നമുക്ക് തോന്നില്ല. ആ ഒരു ഫീലിംഗ് കൂടി കിട്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ. സോ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഫോർ എവരി വൺ. പ്രത്യേകിച്ച് ഈ ലിറ്ററലി ഈ വാഴയൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ പലരും ഈ ഇമോഷണൽ ഡെപ്തിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോഴാണ് എനിക്ക് ഈ സിനിമ ഒന്ന് ഓർമ്മ വന്നതും റെക്കമെൻഡ് ചെയ്യണമെന്ന് തോന്നിയതും. ഞാനത് വെറുതെ റെക്കമെൻഡ് ചെയ്യില്ല. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യാം. പക്ഷേ ഈ സിനിമയുടെ പ്രശ്നം ഇതൊരു ആനിമി ആയതുകൊണ്ട് കുറേ പേര് കാണില്ല. ഞാനീ പറഞ്ഞു ഇത് സാധാരണ നിങ്ങൾ കാണുന്ന ഒരു ഫ്ലാഷി ടൈപ്പ് ഓഫ് ജപ്പാൻ കൾച്ചർ കാണിക്കുന്ന ആനിമി അല്ല. ആ രീതിയിലുള്ള സാധനമാണെന്ന് വിചാരിച്ച് കാണാതിരിക്കരുത്. ആനിമേറ്റഡ് ആനിമി ഞാൻ ഈ അടുത്ത് ഞാൻ സൂപ്പർ മാരിയോ ഗാലക്സി കാണാൻ പോയപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി എന്നോടൊരു ചോദ്യം ചോദിച്ചു, കുട്ടികളുടെ പടം കാണാനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി, അങ്ങോട്ട് ഉരുകി ഒലിച്ചു. ഞാൻ 10,000-2,000 കോടി രൂപയ്ക്ക് കിടക്കുന്ന പടമാണ് അത്. ഓൾറെഡി ഞാൻ കാണുന്ന 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. കാണുന്നതിന് മുമ്പ് തന്നെ അത് ആക്ച്വലി ഒരു 10,000-4,000 കോടി എന്തോ അടിച്ചു ഓൾറെഡി. കുട്ടികളുടെ പടം ഇത് ശരി, അത് ആയിക്കോട്ടെ, സൂപ്പർ മാരിയോ സമ്മതിച്ചു, കുട്ടികളുടെ പടം സമ്മതിച്ച്. ഇത് കുട്ടികളുടെ പടമല്ല. ഇത് കുട്ടികൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. ഇത് വലുതായിട്ട് തന്നെ കാണണം, വലിയവർക്ക് കാണേണ്ട പടമാണ്. ഇറ്റ്സ് എ മൂവി ഫോർ അഡൾട്ട്. ഇറ്റ്സ് എ മാസ്റ്റർ പീസ് ഫോർ അഡൾട്ട്സ്. ഇറ്റ്സ് എ മൂവി ദാറ്റ് വിൽ മേക്ക് മെൻ ക്രൈ. കണ്ടു നോക്കുക, മസ്റ്റ് വാച്ച് ഐറ്റം. ലൈഫിൽ മിസ്സാക്കരുത്. ലൈഫിൽ ഒരു വട്ടം നിങ്ങൾ കാണുള്ളൂ, ലൈഫിൽ പിന്നെ റിട്ടേൺ കാണില്ല. ഒരു വട്ടം ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഗ്രേവ് ഓഫ് ഫയർഫ്ലൈസ്. പഴയ പടമാണ്, 88 നെറ്റ്ഫ്ലിക്സിലുണ്ട്, എല്ലാവിടെയും കിട്ടും. കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത്, നിങ്ങൾക്ക് എന്ത് ഇമോഷനാണ് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പോരാത്തതിന് ഇതേപോലെ ഇതിനപ്പുറം ഒരു പക്ഷേ നിങ്ങളെ ഇമോഷണലി ഹോണ്ട് ചെയ്ത കണക്റ്റായ നിങ്ങൾക്ക് ഈ സിനിമയേക്കാൾ കൂടുതലായിട്ട് കരച്ചിൽ വന്നിട്ടുള്ളൊരു പടം വേറെ ഏതാണെന്നുള്ളതും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.